ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ സുപ്രീംകോടതി നിയമിച്ചിരുന്നു. ദില്ലി ഫയർഫോഴ്സ് മേധാവിയിൽ നിന്ന് സംഘം വിവരങ്ങൾ തേടി. യശ്വന്ത് വർമ്മയുടെയും സ്റ്റാഫിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ഫോൺ കോൾ റെക്കോർഡ്സും ദില്ലി പോലീസ് ഇന്ന് ദില്ലി ചീഫ് ജസ്റ്റിസിന് കൈമാറി. ജോയ്സ് ഡാനിയേൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ന്യൂസ് നൈറ്റ്. ജോയ്സ് ഡാനിയേൽ, നമുക്കറിയേണ്ടത് ഇക്കാര്യത്തിൽ നോട്ടുകെട്ട് കണ്ടില്ല എന്ന പെട്ടെന്ന് തന്നെ മലക്കം മറിഞ്ഞ ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ കൊടുക്കാൻ പോകുന്ന വിശദീകരണം എന്തായിരിക്കും എന്നതാണ്. എന്തൊക്കെ വിവരങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ജോയ്സ്? സുജിയ, ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കുന്ന യശ്വന്ത് വർമ്മയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയമായ സംഭവത്തിൽ അന്വേഷണം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ദില്ലി ചീഫ് ജസ്റ്റിസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരം അത് ദില്ലി പോലീസിനോട് തേടിയിരുന്നു. അതായത് ഈ ജഡ്ജുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള 6 മാസത്തെ വിവരങ്ങൾ അത് നൽകണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ഇന്ന് ദില്ലി പോലീസിനോട് പറഞ്ഞിരുന്നത്. അത് കൃത്യമായി വിവരങ്ങൾ ദില്ലി പോലീസ് കൈമാറിയിട്ടുമുണ്ട്. ഈ ഒരു ജഡ്ജിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും അവരുമായി ബന്ധപ്പെട്ട 6 മാസത്തെ ഫോൺ റെക്കോർഡുകളും അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ദില്ലി ചീഫ് ജസ്റ്റിസിന് ദില്ലി പോലീസ് കൈമാറിയിരിക്കുന്നത്. ഇതിനി അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഫയർഫോഴ്സ് മേധാവിയുടെ ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ സംഘം തന്നെ നേരിട്ട് ഈ ഫയർഫോഴ്സ് മേധാവിയുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പ്രത്യേക സംഘം ദില്ലി ഫയർഫോഴ്സ് മേധാവിയുടെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് കൃത്യമായി എന്താണ് ആ ദിവസം സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായും തേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദില്ലി ഫയർഫോഴ്സ് ഈ ജഡ്ജിന്റെ വസതിയിലെത്തുകയും അവിടെ തീയണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അവിടുന്ന് പണം കണ്ടെത്തിയെന്ന് ദില്ലി പോലീസിനോടും പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരോടും അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും പിറ്റേ ദിവസം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇത് പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അവിടെ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ ദില്ലി ചീഫ് ജസ്റ്റിസ് തന്നെ നൽകിയ സാഹചര്യത്തിൽ മലക്കം പറയുന്ന ഒരു കാഴ്ചയും കണ്ടു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, പണം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മലക്കം പറയുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ഫയർഫോഴ്സ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ പ്രത്യേക സംഘം ഫയർഫോഴ്സിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ തേടിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത എന്നാണ് ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ തേടുന്നു, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. താങ്ക് യു ജോയ്സ് ഡാനിയേൽ.